ഇനി നിങ്ങൾ നോക്കൂ, സലഫി പണ്ഡിതന്മാരായ ആളുകൾ ചില ആളുകളെ കുറിച്ച് നല്ലത് പറയുകയും എന്നാൽ വ്യക്തമായ തെളിവ് കിട്ടിയതിനു ശേഷം അവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ തിരുത്തുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഈ സാധാരണക്കാരനായ ജമാഅത്ത് മെമ്പറല്ലാത്ത ആൾ സലഫി പണ്ഡിതന്മാരൊക്കെ ഇവരെ അംഗീകരിച്ചവരാണ് എന്നും മൗദൂദിയെയോ സയ്യിദ് ഖുത്ബിനെയോ വിമർശിച്ച ആളുകളെ സലഫി പണ്ഡിതന്മാരാണ് പിടികൂടിയിട്ടുള്ളത് എന്നും ആ വിമർശനങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നൊക്കെ സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ജമാഅത്ത് മെമ്പറല്ലാത്തതുകൊണ്ടും സാധാരണക്കാരനായ ഒരു വ്യക്തിയായതുകൊണ്ടും സയ്യിദ് ഖുത്ബിനെ സംബന്ധിച്ചോ മൗദൂദിയെ സംബന്ധിച്ചോ ഇസ്ലാമിക ലോകത്ത് നടന്ന പഠനങ്ങളെക്കുറിച്ചോ ഇനി താൻ പ്രവർത്തകനാണ് എന്ന് സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗദൂദിയും ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പ്രചാരകനായിരുന്ന സയ്യിദ് ഖുത്ബും അവരൊക്കെ ലോകത്ത് ഉണ്ടാക്കി തീർത്തിട്ടുള്ള ചിന്താധാരകളെ സംബന്ധിച്ചോ അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചോ ഒരുപക്ഷെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോകത്ത് സലഫി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് തിരിയാത്തത് കൊണ്ടുമായിരിക്കാം, ആ സലഫി പണ്ഡിതന്മാർ പഠനത്തിന് ശേഷം ഇവരെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടുമായിരിക്കാം ഇതേപോലെയുള്ള സാധാരണക്കാരായ ആളുകൾ ഇത്തരം അസംബന്ധങ്ങളും ജഹാലത്തുകളും പറയുന്നത്. നിങ്ങൾ നോക്കൂ, അശ്ശൈഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ അദ്ദേഹം കൃത്യമായി നൽകുന്ന മറുപടിയിൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടും. അദ്ദേഹത്തോട് ചോദിച്ചത്, ഇന്ന ഹസനൽ ബന്ന വ സയ്യിദ് ഖുത്ബ് ഇമാമാനി ഫി ദഅവതി ഇലല്ലാഹ് ഫഹൽ ദാലികൽ കലാം സ്വഹീഹുൻ. സയ്യിദ് ഖുത്ബും ഹസനുൽ ബന്നയും അല്ലാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തുന്ന രണ്ട് അയിമത്തുകളാണ്, ഇമാമുമാരാണ്, അതല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ മുജദ്ദിദുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം. അതിന് അദ്ദേഹം നൽകിയ മറുപടി, നഅം, അതെ, ഹുമാ ഇമാമാൻ, അവർ ഇമാമുകളാണ്, വലാകിൻ മിൻ അഇമ്മത്തി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളുടെ ഇമാമാണ് സയ്യിദ് ഖുത്ബും അതേപോലെ തന്നെ ഹസനുൽ ബന്നയും. والدليل على هذا ما حدث من سيد قطب في كتبه من التهاون بشأن الصحابة وكذا القول بوحدة الوجود وهناك أشياء بينها الأخ الفاضل ربيع بن هادي حفظه الله. അദ്ദേഹം പറയാണ്, അവർ ഇമാമുകളാണ്, പക്ഷേ വലാലത്തിന്റെയും ബിദ്അത്തിന്റെയും ഇമാമുകളാണ്. അതിനുള്ള തെളിവാണ് സയ്യിദ് ഖുത്ബ് സഹാബത്തിനെ വളരെ കൊച്ചാക്കിക്കൊണ്ട് സംസാരിച്ചത്, വഹ്ദത്തുൽ വുജൂദിനോട് സാമ്യതയുള്ള ആദർശങ്ങൾ അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ആര് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്? അശ്ശൈഖ് റബീ ഇബ്നു ഹാദി ഹഫളഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്താണ്? സഹോദരനായിട്ടുള്ള, ഫാളിലായിട്ടുള്ള, പണ്ഡിതനായിട്ടുള്ള റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി മൗദൂദിയെ റദ്ദ് ചെയ്തുകൊണ്ടും സയ്യിദ് ഖുത്ബിന്റെയും മൗദൂദിയുടെയും വഴിപിഴവുകളെ റദ്ദ് ചെയ്തുകൊണ്ടും മുസ്തലഹാത്തുൽ അർബഇന് അതിലെ പിഴച്ച ആശയങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടും ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി എഴുതിയ ഗ്രന്ഥം ലോകത്ത് സലഫി പണ്ഡിതന്മാർക്കിടയിൽ സുപരിചിതമാണ്. എന്നാൽ ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ സ്വീകരിച്ചാൽ അത് തങ്ങൾക്ക് വിനയായി തീരുമെന്ന് കരുതിയ ചില മെമ്പർമാരല്ലാത്ത സാധാരണക്കാർ ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലിയെ സലഫി ലോകത്ത് അംഗീകരിക്കപ്പെടാത്ത പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സലഫി ലോകത്തെക്കുറിച്ചും സലഫി പണ്ഡിത ലോകത്തെക്കുറിച്ചുമുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് സാധാരണക്കാരനായ വ്യക്തിക്ക് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദഇ പറയുന്നത്, സഹോദരൻ ഫാദിലായ റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി സയ്യിദ് ഖുത്ബിന്റെയും അതേപോലെ തന്നെ ഹസനുൽ ബന്നയുടെയും അങ്ങനെയുള്ള ആളുകളുടെ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, വീണ്ടും അദ്ദേഹം പറയുകയാണ്, വഅമ്മാ ഹസനുൽ ബന്ന വല്ലദീ കുൻതു അظുന്നു അന്നഹു അലാ ഖൈരിൻ വഹുദാ വഖദ് അല്ലഖ്തു അലാ കിതാബി المخرج من الفتنة أنني قلت فيه ما قلت قبل أن أعرف عقيدته وحقيقته أما الآن فهو زائغ ضال. ഹസനുൽ ബന്നയെ കുറിച്ച് പറയുന്നിടത്ത് ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദഇ പറയാണ്, ഇതാണ് എല്ലായിടത്തുമുള്ള തത്വം, ഈ തത്വമാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. ഞാൻ ഹസനുൽ ബന്നയെ കുറിച്ച് വിചാരിച്ചിരുന്നത് അന്നഹു അലാ ഖൈരിൻ വഹുദ, അദ്ദേഹം നല്ല ഖൈറിലും ഹിദായത്തിലൊക്കെയാണ്. കാരണം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോ അവര് നല്ല പ്രബോധകന്മാരാണ് എന്ന് അദ്ദേഹം ഒരു കാലത്ത് മനസ്സിലാക്കി.
എന്നാൽ ഞാൻ അയാളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഖബ്ല അൻ നഅരിഫ അഖീദതഹു വ ഹഖീഖതഹു, അദ്ദേഹത്തിന്റെ അഖീദയും ഹഖീഖത്തും എനിക്ക് ശരിക്കും അറിയാത്ത സന്ദർഭത്തിൽ സ്വാഭാവികമായും അങ്ങനെ അറിയപ്പെടുന്ന ആളുകളെ കുറിച്ച് നല്ല ചിന്തയാണല്ലോ പണ്ഡിതന്മാർക്ക് ഉണ്ടാവുക, മൗദൂദിയെ കുറിച്ചുണ്ടായതുപോലെ. എന്നാൽ അമ്മൽ ആൻ ഫഹുവ സായിഗുൻ വാൽ, എന്നാൽ ഇപ്പോൾ അയാൾ വഴിപിഴപ്പിക്കുന്ന ആളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഷെയ്ഖ് മുഖ്ബിനുൽ ഹാദി അൽ വാദഈ പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, സയ്യിദ് ഖുതുബിന്റെയും അതേപോലെ തന്നെ ഹസനുൽ ബന്നയുടെയും ചില ചിന്താഗതികൾ, ആ ചിന്താഗതികളുടെ ഹഖീഖത്തുകൾ അറിയാത്ത പല ആളുകളും അവരുടെ വാദങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകളല്ല, അവർ ഇഖ്വാനുൽ മുഫ്ലിസൂൻ ആണ് എന്നും അദ്ദേഹം തുടർന്ന് പറയുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫലൗ ഖദ റഅൗ മാ റഅയ്നാ ലഖാലു ഉഫ്ഫിൽ ലിദഅവത്തിൽ ഇഖ്വാനിൽ മുഫ്ലിസീൻ. നാം മനസ്സിലാക്കിയതുപോലെ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെയും അതിന്റെ പ്രചാരകന്മാരായ ആളുകളുടെയും ഹഖീഖത്ത് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ തീർച്ചയായും പറയുമായിരുന്നു, ഇഖ്വാനുൽ മുഫ്ലിസീങ്ങൾക്ക്, അഥവാ മുസ്ലിമീങ്ങളല്ല, ഇഖ്വാനുൽ മുഫ്ലിസീങ്ങളാണ്, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഈ ഇഖ്വാനുകൾക്ക് നാശം എന്ന് അവർ പറയുമായിരുന്നു. വഹകദാ അൽ ഇഖ്വതു ഫിൽ ഖലീജ് ഫഖദ് അസ്ബഹ കസീറുൻ മിൻഹും ഹർബൻ അലൈഹിം ബഅദ അൻ കാന മഅഹും ഫഹ്മൻ കമാ ഖുൽതു ഖബൽ. എന്നാൽ ഖലീജിലുള്ള ധാരാളം ആളുകൾ ഇന്ന് അവർക്കെതിരെയുള്ള യുദ്ധത്തിലാണ്. ഹഖീഖത്ത് അവർക്ക് മനസ്സിലായപ്പോൾ ബഅദ അൻ കാന മഅഹും, അവരിൽ പലരും അവരുടെ കൂടെയായിരുന്നു. എന്നാൽ ഹഖീഖത്ത് മനസ്സിലായപ്പോൾ യുഅ്തബറാനി ഇമാമൈനി മിൻ അഇമ്മത്തി അഹ്ലിൽ ബിദ്അ വദ്ദലാൽ വഅമ്മാ മിൻ അഇമ്മത്തി അഹ്ലി സുന്നഹ ഫലാ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുമാരല്ല ഇവർ രണ്ടാളും, മറിച്ച് ഇവർ ബിദ്അത്തിന്റെയും വലാലത്തിന്റെയും ഇമാമുമാരാണ്, സയ്യിദ് ഖുതുബ് അടക്കം. എന്നാൽ അവരുടെ കൂടെയായിരുന്ന നമ്മളുടെ പല സുഹൃത്തുക്കളും അവരുടെ ഹഖീഖത്ത് മനസ്സിലാക്കിയപ്പോൾ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അമാനി മൗലവിയാകട്ടെ മറ്റേതു പണ്ഡിതന്മാരാകട്ടെ സയ്യിദ് ഖുതുബിനെ കുറിച്ചോ മറ്റോ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹഖീഖത്ത് അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. എന്നാൽ അവരുടെ ഹഖീഖത്ത് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ മുഹമ്മദ് അമാനി മൗലവി അടക്കമുള്ള ആളുകൾ സയ്യിദ് ഖുതുബിനെ റദ്ദ് ചെയ്യുന്നിടത്ത് മുൻപന്തിയിലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് അശ്ശൈഖ് മുഖ്ബിനുൽ ഹാദി അൽ വാദഈ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ശബ്ദമടക്കം നമുക്ക് അവൈലബിൾ ആണ്. എന്ന് മാത്രമല്ല ഫളാഇഹ് വ നസാഇഹ് ലിഫളീലത്തി ശൈഖ് അൽ അല്ലാമ അബി അബ്ദുറഹ്മാൻ മുഖ്ബിനുൽ ഹാദി അൽ വാദഈ, ആ ഗ്രന്ഥത്തിലെ 151 152 പേജുകളിൽ അദ്ദേഹം ഈ പറഞ്ഞത് ആർക്കും വായിക്കാവുന്നതാണ്. അപ്പൊ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ ഒരു വിഷയമാണ്, ഇവരെ കുറിച്ചൊക്കെ അറിയാത്ത ആളുകൾ ഇവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മൗദൂദിയുടെ കൂടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ? അവർ പിന്നീട് മൗദൂദിയുടെ ആശയങ്ങളുടെ അപകടങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രാജിവെക്കുകയും മൗലാന മൗദൂദിക്ക് മറുപടി പറയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അപ്പൊ അത് സ്വാഭാവികമാണ്. അപ്പൊ അവർ ആദ്യം പറഞ്ഞ അഭിപ്രായങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പക്വതയുള്ള ആളുകൾക്ക്, മതവിജ്ഞാനത്തിലെ അടിസ്ഥാന ഉസൂലുകൾ അറിയുന്ന ആളുകൾക്ക് പാടില്ലാത്തതാണ്. എന്നാൽ സാധാരണക്കാരനായ ജമാഅത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ അത്തരം ഉസൂലുകൾ അറിയാത്തത് കൊണ്ടാണെങ്കിൽ നാം പഠിപ്പിച്ചു തരികയാണ്, മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ മേലാൽ ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് സയ്യിദ് ഖുതുബിന്റെ വഹ്ദത്തുൽ വജൂദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റു വലാലത്തുകളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്താണ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഫതാവയിൽ പരിശോധിച്ചാൽ ആർക്കും കാണാം. അദ്ദേഹം പറഞ്ഞു, മുതാലഅതി ലികുതുബി സയ്യിദ് ഖുതുബ് ഖലീല വലാ അഅലമു അൻ ഹാലിർ റജുൽ ലാകിൻ ഖദ് കതബൽ ഉലമാ ഫീമാ യതഅല്ലഖു ബിമുഅല്ലിഫിഹി ഫി التفسير ظلال القرآن كتبوا ملاحظات عليه مثل ما كتبه الشيخ عبد الله الدويش رحمه الله، وكتب أخونا الشيخ ربيع المدخلي ملاحظات عليه على سيد قطب في التفسير وفي غيره، فمن أحب أن يراجعها فليراجعها. എന്താ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്? സയ്യിദ് ഖുതുബിന്റെ ഗ്രന്ഥങ്ങൾ അധികമൊന്നും എനിക്ക് നോക്കാനോ
വിലയിരുത്താനോ പറ്റിയിട്ടില്ല. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവരെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ സഹോദരനായ ചില ആളുകൾ പറയുന്നത് പോലെ സലഫികൾക്ക് സ്വീകാര്യനല്ലാത്ത റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. എന്തിനാണ് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മൗദൂദിയുടെ മുസ്തലഹാത്തുൽ അർബഅ അടക്കമുള്ള ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ സയ്യിദ് ഖുത്ബിന്റെ ളിലാലുൽ ഖുർആനിലുള്ള മറ്റു ഗ്രന്ഥങ്ങളിലുമുള്ള സകല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിനും എതിരായിട്ടുള്ള പിഴച്ച വാദങ്ങളെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് റദ്ദ് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളാണ് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മെല്ലെ തള്ളി പറഞ്ഞാൽ ഞങ്ങളും സലഫികളാണ്, ഞങ്ങൾ പറയുന്നത് തന്നെയാണ് സലഫികൾ എന്നൊക്കെ ഈ സാധാരണക്കാരായ വ്യക്തി പറഞ്ഞു നടക്കാറുണ്ട്. അതൊക്കെ തങ്ങളുടെ ആളുകൾക്കിടയിലും ജമാഅത്തിനെ കുറിച്ചോ യഥാർത്ഥ സലഫി ലോകത്തെ സംബന്ധിച്ചോ അറിവില്ലാത്ത ചില സാധാരണക്കാരായ, അതല്ലെങ്കിൽ പുതുതായി ജമാഅത്തിലേക്കോ മറ്റോ കടന്നു വന്നവരോ ജമാഅത്ത് പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്ന ചെറിയ കുട്ടികളെയോ പറ്റിക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്നല്ലാതെ സലഫി ലോകത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കും ജമാഅത്തിനെ കുറിച്ചും ഇഖ്വാനിനെ കുറിച്ചും അറിയുന്ന ആളുകൾക്കും മൗദൂദിയെയും കുത്തുബിനെയും സലഫി ലോകം എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്കിടയിലൊന്നും ഈ ജാതി തട്ടിപ്പുകൾ നടക്കുകയില്ല എന്ന് ഈ പറഞ്ഞ സാധാരണക്കാരനായ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റബീനൊക്കെ അങ്ങ് തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇടക്കിടക്ക് തട്ടിവിടുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് മുഖ്ബിനുൽ ഹാദി അൽ വാദഈ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ സഹോദരനായ ഷെയ്ഖ് റബീന്റെ ഗ്രന്ഥം വായിച്ചാൽ അത് മനസ്സിലാകുമെന്നാണ്. അതേപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയും പറയുന്നത് ആവശ്യമുള്ള ആളുകൾ അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥത്തെ പരിശോധിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹവും വിശദീകരിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ്, അൽ അല്ലാമത്തുൽ മുഹദ്ദിസ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ്